ഹലോ എവരിവൺ, എൻ്റെ പേര് മുഹമ്മദ് ആരിഫ് നിസാമുദ്ദീൻ. ഞാൻ എയിംസ് നാഗ്പൂരിലെ ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്. 2020 ആണ് കയറിയത്. അതിന്റെ റാങ്ക് 3075 ആയിരുന്നു. ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നീക്സ് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇതിൽ നമ്മളിപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് നമ്മൾ തുടങ്ങിയിരുന്നു. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് നമ്മൾ കാർബൺ ഹൈഡ്രജൻ പറഞ്ഞിരുന്നു. അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത് നൈട്രജന്റെ ക്വാണ്ടിറ്റി എസ്റ്റിമേഷൻ ആയിരുന്നു. ഡൂമാസ് മെത്തേഡും ജെൽഡാസ് മെത്തേഡും ആണ് പറഞ്ഞു നിർത്തിയിരുന്നത്. അടുത്ത നമുക്ക് പറയാനുള്ളത് ഹാലജൻസിന്റെ ക്വാണ്ടിറ്റി എസ്റ്റിമേഷൻ ആണ്. ഇത് ചെയ്യുന്നത് കാരിസ് മെത്തേഡ് വഴിയാണ്. നോക്കാം എന്താണ് കാരിസ് മെത്തേഡ്. A known mass of an organic compound is heated with fuming nitric acid in the presence of silver nitrate contained in a hard glass tube known as Carrier's tube. Carrier's tube എന്ന് പറയുന്ന ട്യൂബിനകത്ത് നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട് നമ്മൾ നൈട്രിക് ആസിഡ് പ്രസന്റ് സിൽവർ നൈട്രേറ്റ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. ഓക്കെ. Carbon and hydrogen present in the compound are oxidized to carbon dioxide and water. The halogens present form the corresponding silver halogen. എന്താണ് അടുത്തുള്ള ഓർഗാനിക് കോമ്പൗണ്ട് ഉള്ള കാർബൺ ഹൈഡ്രജൻ എന്താണ്, അത് ഓക്സിഡൈസ് ആയി കാർബൺ ഡയോക്സൈഡും വാട്ടറും ആയിട്ട് പോകും. ഉള്ള ഹാലജൻസ് സിൽവർ ആയിട്ട് കമ്പൈൻ ചെയ്ത് അതിന്റെ സിൽവർ ഹാലൈഡ് ആയിട്ട് അവിടെ നിൽക്കും. ദിസ് ഫിൽറ്റേർഡ് വാഷ് ഡ്രൈഡ് ആൻഡ് വെയ്ഡ്. ഓക്കെ. കിട്ടിയ സിൽവർ ഹാലൈഡ് നമ്മൾ എന്താണ് കിട്ടിയ പ്രോഡക്റ്റ് നമ്മൾ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് നമ്മൾ വേ ചെയ്യും. അപ്പൊ നമ്മൾ എടുത്ത ഓർഗാനിക് കോമ്പൗണ്ടിന്റെ മാസ് നമ്മൾ എം ആയിട്ട് എടുക്കുന്നു. ഓക്കെ. ഉണ്ടായ സിൽവർ ഹാലൈഡിന്റെ മാസ് നമ്മൾ M1 എന്ന് എടുക്കും. ഓക്കെ. അപ്പൊ ഇതിന് നമ്മൾ മാസ് ഓഫ് ഹാലജൻ AgX എന്തായാലും മാസ് ഓഫ് ഹാലജൻ M1 gram ഓഫ് AgX. അപ്പൊ എന്തായിരിക്കും അത് നമുക്ക് ഉണ്ടായ സിൽവർ ഹാലൈഡിന്റെ മാസ് ഡിവൈഡഡ് ബൈ അത് ഇൻറ്റു നമ്മുടെ സിൽവർ ഹാലൈഡിലുള്ള ഹാലജന്റെ ആറ്റം ബൈ സിൽവർ ഹാലൈഡിന്റെ വെയിറ്റ്. അപ്പം സിൽവർ ഹാലൈഡിലുള്ള എക്സിന്റെ ഹാലജന്റെ പ്രൊപ്പോർഷൻ അത് ഇൻറ്റു ടോട്ടൽ ഉണ്ടായ സിൽവർ ഹാലൈഡിന്റെ മാസ്. അതാണ് നമുക്ക് ഇവിടെ ഉണ്ടായ ഹാലജന്റെ മാസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പേഴ്സൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കുക? ഇപ്പൊ കിട്ടിയ ഹാലജന്റെ വെയിറ്റ് അല്ലേ, ഹാലജന്റെ മാസ് ഡിവൈഡഡ് ബൈ നമ്മൾ ആദ്യം എടുത്ത ഓർഗാനിക് കോമ്പൗണ്ടിന്റെ മാസ് അത് ഇൻറ്റു 100 ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് കിട്ടിയപ്പോ മാസ് ഓഫ് ഹാലജൻ എന്താണ്, പെർസെന്റേജ് ഓഫ് ഹാലജൻ എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ഹാലജൻ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് അല്ലേ, മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് അത് ഇൻറ്റു 100 അല്ലേ. മാസ് ഓഫ് ഹാലജൻ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് എത്ര, മാസ് ഓഫ് ഹാലജൻ X/AgX അല്ലേ, അത് ഇൻറ്റു M1. മാസ് ഓഫ് X ഡിവൈഡഡ് ബൈ മാസ് ഓഫ് AgX അത് ഇൻറ്റു M1, അത് മാസായി. മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഡിവൈഡഡ് ബൈ M ഇൻറ്റു 100 വരും. ഇതാണ് എന്റെ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ. ഇവിടെ കൊടുത്തേക്കുന്ന തെറ്റാണ്. എന്തായാലും ഇതിന്റെ കൂടെ നമുക്ക് ഇൻറ്റു M ഗ്രാം അത് ഇൻറ്റു 100. അപ്പൊ ഇതാണ് എന്റെ ഫോർമുല വരുന്നത്. ഓക്കെ. അടുത്ത സൾഫറിന്റെ എസ്റ്റിമേഷൻ നോക്കാം. A known mass of an organic compound is heated in a Carrier's tube with sodium peroxide or fuming nitric acid. ഇപ്പൊ എന്താണ് ഇവിടെയും Carrier's tube ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ അതിനകത്ത് ഓർഗാനിക് കോമ്പൗണ്ട് ഇട്ട് നമ്മൾ സോഡിയം പെറോക്സൈഡ് വെച്ച് ഹീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫ്യൂമിംഗ് നൈട്രിക് ആസിഡ് വെച്ച് നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. സൾഫർ പ്രസന്റ് ഇൻ ദ കോമ്പൗണ്ട് ഈസ് ഓക്സിഡൈസ്ഡ് ടു സൾഫ്യൂരിക് ആസിഡ്. അപ്പൊ അതിനകത്തുള്ള സൾഫർ എന്താകുന്നു, സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് മാറുന്നു. ഇറ്റ് ഈസ് precipitate as barium sulfate by adding excess of barium chloride. എന്നിട്ട് എന്താണ് നമ്മൾ അതിലേക്ക് ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്യും. അവിടത്തുള്ള സൾഫേറ്റ് അയൺ ബേരിയം അയണുമായിട്ട് കമ്പൈൻ ചെയ്ത് ബേരിയം സൾഫേറ്റ് അവിടെ precipitate ആവും. എന്നിട്ട് ആ precipitate നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ നമ്മൾ ഫിൽറ്റർ ചെയ്തെടുത്ത് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് അതിന്റെ വെയിറ്റ് നമ്മൾ എടുക്കും. ഓക്കെ. ഇവിടെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഓർഗാനിക് കോമ്പൗണ്ട് എടുത്തേക്കുന്ന മാസ് നമ്മൾ M എടുക്കുന്നു, ഉണ്ടായ ബേരിയം സൾഫേറ്റ് മാസ് നമ്മൾ M1 എടുക്കുന്നു. ഓക്കെ. അപ്പം ബേരിയം സൾഫേറ്റിന്റെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് 233. ഒരു സൾഫറിന്റെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് 32. അപ്പൊ എന്താണ് ഇവിടെ ഉണ്ടായ സൾഫറിന്റെ മാസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ബേരിയം സൾഫേറ്റിലുള്ള സൾഫറിന്റെ മാസ് എന്തായാലും 32/233 ഇൻറ്റു ഉണ്ടായ ബേരിയം സൾഫേറ്റിന്റെ മാസ് ഇല്ലേ, ഇതാണ് എന്ത് മാസ് ഓഫ് സൾഫർ. ഈ പെർസെന്റേജ് ഓഫ് സൾഫർ എത്ര, പെർസെന്റേജ് ഓഫ് സൾഫർ ഇൻ ഓർഗാനിക് കോമ്പൗണ്ട് വരും മാസ് ഓഫ് സൾഫർ ബൈ മാസ് ഓഫ് സൾഫർ ഇൻ ബേരിയം സൾഫേറ്റ്
അല്ലേ, ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് അതിന്റെ 100 അല്ലേ, അതാണ് പെർസെന്റേജ് ഓഫ് സൾഫർ വരിക. ഇപ്പൊ മാസ് ഓഫ് സൾഫർ ഇൻ ബേരിയം സൾഫേറ്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചത് 32 ഇൻറ്റു M1 ബൈ 233. നമ്മൾ എടുത്ത ഓർഗാനിക് കോമ്പൗണ്ട് മാസ് എത്രയാ, M അത് ഇൻറ്റു 100. അതായിരിക്കും പെർസെന്റേജ് ഓഫ് സൾഫർ വരിക. ഇവിടെ തന്നേക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്, എല്ലാ എലമെന്റിലും നമ്മളിത് എന്തായിട്ടാണ്, നമ്മൾ ഏത് പ്രൊഡക്റ്റ് ആണ് ഉണ്ടാക്കി എടുക്കുന്നത്. ഇപ്പൊ സൾഫറിനാണെങ്കിൽ നമ്മൾ ബേരിയം സൾഫേറ്റ് ആണ് ഉണ്ടാക്കി എടുക്കുന്നത്. ഹാലൻസ് ആണെങ്കിൽ നമ്മൾ സിർബൽ ഹാലൈഡ് ഉണ്ടാക്കും. ഇപ്പം ജെല്ലാസ് മെത്തേഡ് ആണെങ്കിൽ H2SO4 NaH കുറച്ച് സാധനങ്ങൾ അവിടെ വരുന്നുണ്ട്. അവസാനം NH3 വെച്ചാണ് നമ്മൾ മൊത്തം ഇക്വേഷൻ എഴുതുന്നത്. ഉണ്ടാകുന്ന NH3 നമ്മൾ H2SO4 ടൈട്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അതിന്റെ വേണ്ടത്. ഇപ്പൊ ഓരോന്നിലും ഏത് പ്രൊഡക്റ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആലോചിക്കുക. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഓക്കെ, അടുത്ത ഫോസ്ഫറസ്. A known mass of an organic compound is heated with fuming nitric acid, whereupon phosphorus present in the compound is oxidized to phosphoric acid. നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട് നൈട്രിക് ആസിഡ് വെച്ച് ഹീറ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്താണ്, അപ്പൊ അവിടെ നമ്മുടെ ഫോസ്ഫറസ് ഉള്ള കോമ്പൗണ്ടിലുള്ള ഫോസ്ഫറസ് എന്തായിട്ട് മാറുന്നു, ഫോസ്ഫോറിക് ആസിഡ് ആയിട്ട് മാറുന്നു. ഓക്കെ, ആ ഫോസ്ഫോറിക് ആസിഡ് എന്താണ്, നമ്മൾ അമോണിയം മോളിബ്ഡേറ്റും ആഡ് ചെയ്യും. അമോണിയം മോളിബ്ഡേറ്റ് ആഡ് ചെയ്യുമ്പോൾ കൂടെ അമോണിയം ഫോസ്ഫോ മോളിബ്ഡേറ്റ് ആയിട്ട് നമുക്ക് അതിന് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ഇവിടെ നമുക്ക് വേണ്ട കോമ്പൗണ്ട് ഏതാണ്, അമോണിയം ഫോസ്ഫോ മോളിബ്ഡേറ്റ്. അതാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ട കോമ്പൗണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഫോസ്ഫറസിന്റെ ഒരു മെത്തേഡ്. അമോണിയം ഫോസ്ഫോ മോളിബ്ഡേറ്റ് ആയിട്ട് നമ്മൾ ഫോസ്ഫോറിക് ആസിഡിന് MgNH4PO4 ആയിട്ട് ആദ്യം പ്രസിപ്പിറ്റേറ്റ് ചെയ്യാം, മഗ്നീഷ്യം മിക്സറേഷൻ. എന്നിട്ട് നമ്മൾ അതിനെ കത്തിക്കുമ്പോൾ നമുക്ക് Mg2P2O7 കിട്ടും. ഇപ്പൊ നമ്മുടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമ്മൾ ഫോസ്ഫറസിന് എന്താണ്, ഒന്നുകിൽ അമോണിയം ഫോസ്ഫോ മോളിബ്ഡേറ്റ് ആക്കാം, അല്ലെങ്കിൽ Mg2P2O7 ആയിട്ട് നമുക്ക് മാറ്റാം. രണ്ട് മെത്തേഡിൽ നമുക്ക് ഫോസ്ഫറസിന്റെ എസ്റ്റിമേഷൻ നടത്താം. ഓക്കെ, അപ്പം അമോണിയം ഫോസ്ഫോ മോളിബ്ഡേറ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നെങ്കിൽ അവിടെ നോക്കാം, അവിടെ ഫോസ്ഫറസ് എത്ര ഉണ്ട്, ഒറ്റ ഫോസ്ഫറസ് ആറ്റം അവിടെ ഉള്ളു അല്ലേ. ഒറ്റ ഫോസ്ഫറസ് ആറ്റം ആകുമ്പോൾ മാസ് ഓഫ് ഫോസ്ഫറസ് അവിടെ ഉണ്ടായ മാസ് ഓഫ് ഫോസ്ഫറസ് എത്ര നമ്മൾ കണ്ടുപിടിക്കും. മാസ് ഓഫ് ഫോസ്ഫറസ് എന്ന് പറയുന്നത്, മാസ് ഓഫ് ഫോസ്ഫറസ് അവിടെ എത്ര ഫോസ്ഫറസ് ഉണ്ട്, ഒറ്റ ഫോസ്ഫറസ്, അതിന്റെ മാസ് 31. അത് രൂപ ടോട്ടൽ നമ്മുടെ മോളിക്യൂളിന്റെ മാസാണ് 1877. അത് നമ്മൾ പഠിച്ചു വയ്ക്കുക. അമോണിയം ഫോസ്ഫോ മോളിബ്ഡേറ്റിന്റെ മാസ് എന്ന് പറയുന്നത് 1877 ആണ്. അതിന്റെ ഇത് എത്ര ഉണ്ടായി, അമോണിയം ഫോസ്ഫോ മോളിബ്ഡേറ്റ് എത്ര ഉണ്ടായി, M1. അതാണ് ഇവിടെ ഉണ്ടായ ഫോസ്ഫറസിന്റെ മാസ്. ഓക്കെ, ഇപ്പൊ മാസ് സൈഡിലോട്ട് എഴുതാം. അമോണിയം ഫോസ്ഫോ മോളിബ്ഡേറ്റ് ഉണ്ടാകുമ്പോൾ നോക്കാം, അവിടെ മാസ് ഓഫ് ഫോസ്ഫറസ് എന്ത് വരും, ഇവിടെ ഉണ്ടായ അമോണിയം ഫോസ്ഫോ മോളിബ്ഡേറ്റിൽ മാസ് ഓഫ് ഫോസ്ഫറസ് എന്ത് വരും, ഒരു ഫോസ്ഫറസ് ആറ്റം അതിന്റെ മാസ് 31. അതുപോലെ ടോട്ടൽ ഈ ഉണ്ടായ അമോണിയം ഫോസ്ഫോ മോളിബ്ഡേറ്റിന്റെ ടോട്ടൽ മാസ് എത്രയാണ്, 1877. അത് ഇൻറ്റു മോളിക്കുലർ മാസ് ആണ് 1877, അതിൻറ്റു അതുണ്ടായ ടോട്ടൽ മാസ് M1. ഇപ്പൊ മാസ് ഓഫ് ഫോസ്ഫറസ് കിട്ടി. മാസ് ഓഫ് ഫോസ്ഫറസ് കിട്ടിയ പെർസെന്റേജ് ഓഫ് ഫോസ്ഫറസ് എന്ത് വരും, എല്ലായിടത്തും സെയിം ആണ്. പെർസെന്റേജ് ഫോസ്ഫറസ് മാസ് ഓഫ് ഫോസ്ഫറസ് ബൈ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് അല്ലേ, അത് ഇൻറ്റു 100. ഇപ്പൊ എന്ത് വരും, പെർസെന്റേജ് ഓഫ് ഫോസ്ഫറസ് എന്ന് പറയുന്നത് 31 ഇൻറ്റു M1 ഡിവൈഡഡ് ബൈ 1877 ഇൻറ്റു മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് M, അത് ഇൻറ്റു 100 എന്ന് വരും. ഓക്കെ, ഇപ്പൊ NH4 thrice PO4 12 MO3 അമോണിയം ഫോസ്ഫോ മോളിബ്ഡേറ്റ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് ഫോർമുല വരിക. ഇനി അതല്ല നമ്മൾ Mg2P2O7 ആണ് ആക്കുന്നതെങ്കിൽ ആണെങ്കിൽ ഇവിടെ മാസ് ഓഫ് ഫോസ്ഫറസ് എന്ത് വരും, മാസ് ഓഫ് ഫോസ്ഫറസ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ രണ്ട് ഫോസ്ഫറസ് ഉണ്ട്. ഇപ്പൊ 31 ഇൻറ്റു 2 എത്ര, 62 വരും. അതിൽ ഇവിടെ Mg2P2O7 മാസ് ഇവിടെ തന്നേക്കുന്നത് 222. അത് ഇൻറ്റു ഉണ്ടായ Mg2P2O7 മാസ്. മാസ് ഓഫ് ഫോസ്ഫറസ് ഇവിടെയും കിട്ടി. ഇനി പെർസെന്റേജ് ഓഫ് ഫോസ്ഫറസ് കിട്ടും 62 ഇൻറ്റു M1 ബൈ 222 ഇൻറ്റു M, അത് ഇൻറ്റു 100 വരും. ഇപ്പൊ ഫോസ്ഫറസിന് രണ്ട് മെത്തേഡ്സ് നമുക്ക് പറ്റും. ഓക്കെ, അടുത്ത ഓക്സിജന്റെ. The percentage of oxygen in an organic compound is usually found by the difference between the total percentage composition and the sum of the percentage of all other elements. അല്ലേ, ഇപ്പൊ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ നമ്മൾ ഓക്സിജൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ എലമെന്റ്സിന്റെയും കോമ്പോസിഷൻ കണ്ടുപിടിച്ചിട്ട് അത് 100-ൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യും. അപ്പം നമുക്ക് ബാക്കിയുള്ള ഓക്സിജന്റെ കോമ്പോസിഷൻ കിട്ടും. However, oxygen can also be estimated directly as follows. ഡയറക്റ്റ്ലി എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെത്തേഡും ഉണ്ട്.
A definite mass of an organic compound is decomposed by heating in a stream of nitrogen gas. അപ്പോൾ organic compound നെ nitrogen gas presence നമ്മൾ heat ചെയ്യുന്നു. The mixture of gaseous products containing the oxygen is passed over red hot coke when all the oxygen is converted to carbon monoxide. എന്നിട്ട് ആ ഉണ്ടായ gaseous mixture എന്താ നമ്മൾ കോക്കിലൂടെ കടത്തിവിടും, റെഡ് ഹോട്ട് കോക്കിലൂടെ കടത്തിവിടും. അപ്പൊ എന്താവുന്നു, ആ ഗ്യാസിൽ നിന്നുള്ള ഓക്സിജൻ എന്തായിട്ട് മാറുന്നു, കാർബൺ ആയിട്ട് കമ്പൈൻ ചെയ്ത് മൊത്തത്തിൽ അത് കാർബൺ മോണോക്സൈഡ് ആയിട്ട് മാറും. ഇപ്പൊ നോക്കാം, നമ്മൾ കോമ്പൗണ്ട് ഹീറ്റ് ചെയ്യുന്നു, അത് ഓക്സിജൻ ലിബറേറ്റ് ചെയ്തു, വേറെ ഗ്യാസ് പ്രൊഡക്ട്സ് ഉണ്ടാകുന്നു, അത് കാർബൺ ആയിട്ട് റിയാക്ട് ചെയ്ത് എന്താണ് ഹൈ ടെമ്പറേച്ചറിൽ കാർബൺ മോണോക്സൈഡ് ഉണ്ടാകും. ഓക്കെ, ആ മിക്സ്ചർ നമ്മൾ വീണ്ടും എന്താണ് വാം അയഡിൻ പെന്റോക്സൈഡ് I2O5 നമ്മൾ കടത്തി വെക്കും. അപ്പൊ എന്ത് പറ്റുന്നു, കാർബൺ മോണോക്സൈഡ് ഓക്സിഡൈസ് ആയി കാർബൺ ഡയോക്സൈഡ് ആയിട്ട് മാറും. എന്നിട്ട് അവിടെ അയഡിന് റിലീസ് ആവും. ഓക്കെ, on making the amount of CO produced in equation A equal to the amount of CO used in the equation B, and by multiplying the equations A and B by 5 and 2 respectively. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്. ആദ്യത്തെ ഇക്വേഷൻ 2 സിയും O2 കൊണ്ട് റിയാക്ട് ചെയ്ത് 2 സിയും ഉണ്ടാകുന്നു. രണ്ടാമത്തെ ഇക്വേഷൻ I2O5 5 സിയും കൂടെ റിയാക്ട് ചെയ്ത് I2 5 CO2 ഉണ്ടാകുന്നു. ഇതെന്താണ്, ഇതിന്റെ ബാലൻസ് ആക്കാൻ വേണ്ടി എന്നുവെച്ചാൽ സിയോയുടെ എമൗണ്ട് ബാലൻസ് ആക്കാൻ വേണ്ടി നമ്മൾ മേലിൽ 5 വെച്ച് ഇൻറ്റു ചെയ്യുന്നു, താഴെ ഇൻറ്റു 2 വെച്ച് ചെയ്യുന്നു, അല്ലേ? അപ്പൊ എന്തായാലും നമുക്കിവിടെ നോക്ക് 10 സി പ്ലസ് 5 O2 അത് ഗീവ്സ് 10 CO. ഓക്കെ, ഇപ്പൊ 2 I2O5 reacts with 10 CO gives 2 I2 plus 10 CO2. ഇങ്ങനെ നമുക്ക് കോമ്പൗണ്ട് ഇതാ നമുക്ക് ഫോർമുല കിട്ടി. അവിടെ നോക്കുക, ഈ ഇക്വേഷൻ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നോക്കാം, ഇവിടെ 5 O2 റിയാക്ട് ചെയ്തപ്പോൾ നമുക്ക് എത്ര കാർബൺ ഡയോക്സൈഡ് കിട്ടി, മൊത്തത്തില് 10 CO2 നമുക്ക് കിട്ടി, അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. We find that each mole of oxygen liberated from the compound will produce 2 moles of carbon dioxide. Thus, 88 gram carbon dioxide is obtained if 32 gram is liberated. അല്ലേ? ഇല്ലെങ്കിൽ നമുക്ക് പറയാം, ഒരു O2 റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 CO2 കിട്ടുമെന്ന് പറയാം, അല്ലേ? 5 O2 10 CO2 എന്ന് പറയുന്നത് എന്താണ്, ഒരു O2 2 CO2 എന്ന് പറയാം, അല്ലേ? ഒരു O2 എന്ന് പറഞ്ഞാൽ 32 gram O2 നമുക്ക് 88 gram CO2 തരുമെന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ഉണ്ടായ കാർബൺ ഡയോക്സൈഡിന്റെ മാസ് നമ്മൾ M1 ആയിട്ട് എടുക്കുന്നു. ഓക്കെ അല്ലേ? അതിലൊക്കെ ഇവിടെ സിമ്പിൾ ലോജിക്കാണ്. ഇപ്പൊ 32 gram അല്ലെങ്കിൽ നമുക്ക് തിരിച്ചെഴുതാം, 1 gram CO2 ഉണ്ടാകുമ്പോൾ എത്ര ഓക്സിജൻ ഉണ്ട്, 1 gram CO2 നമുക്ക് 32/88 gram O2 അവിടെ ഉണ്ടെന്ന് നമുക്ക് പറയാം. 1 gram CO2 നമുക്ക് കിട്ടിയാൽ, അപ്പൊ നമുക്ക് M1 gram CO2 അവിടെ ഉണ്ടെങ്കിൽ M1 gram CO2 നമുക്ക് അവിടെ കിട്ടിയാൽ അതിനർത്ഥം നമുക്ക് അവിടെ എത്ര ഓക്സിജൻ ഉണ്ട്, 32/88 into M1 gram ഓഫ് ഓക്സിജൻ നമുക്ക് അവിടെ കിട്ടി. അപ്പം 1 gram CO2 നമുക്ക് ഇത്രയും ഓക്സിജൻ കിട്ടി. അങ്ങനെയാണെങ്കിൽ M1 gram CO2 ഉണ്ടെങ്കിൽ നമുക്ക് കോമ്പൗണ്ടിൽ 32/88 into M1 gram ഓഫ് O2 നമുക്ക് അവിടെ കിട്ടി. അതാണ് ഇവിടെ പറയുന്നത്. ഇതാണ് അവിടെ ഉള്ള മാസ് ഓഫ് ഓക്സിജൻ നമ്മൾ ഇങ്ങനെയാണ് കണ്ടുപിടിച്ചത്, അല്ലേ? ഓക്സിജനെ കാർബൺ ഡയോക്സൈഡ് ആക്കി മാറ്റി, എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ പറഞ്ഞു 32 gram ഓക്സിജൻ 88 gram O2 തരും. അങ്ങനെയാണെങ്കിൽ 1 gram കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്താലും 32/88 gram O2 കിട്ടും. അങ്ങനെയാണെങ്കിൽ M1 gram കാർബൺ ഡയോക്സൈഡ് ഉണ്ടായാലും 32/88 into M1 gram O2 കിട്ടും. അങ്ങനെയാണെങ്കിൽ പെർസെന്റേജ് ഓഫ് ഓക്സിജൻ കണ്ടുപിടിക്കും, മാസ് ഓഫ് ഓക്സിജൻ ബൈ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് into 100 വരും, അല്ലേ? അതാണ് ഇവിടെ തന്നേക്കുന്നത് പെർസെന്റേജ് ഓഫ് ഓക്സിജൻ. The percentage of oxygen can be derived from the amount of iodine produced also. Presently, the estimation of elements in an organic compound is carried out by using micro quantities of substances and automatic experimental techniques. ഇപ്പൊ നമ്മൾ എസ്റ്റിമേഷൻ നടത്തുന്നത് എന്താണ്, മൈക്രോ ക്വാണ്ടിറ്റീസ് ഉള്ള സബ്സ്റ്റൻസ് വെച്ചാണ്. അപ്പൊ ഇതെല്ലാം ഓട്ടോമാറ്റിക് മെഷീൻസ് വെച്ചാണ് നമ്മൾ എല്ലാത്തിന്റെ എസ്റ്റിമേഷൻ നടത്തുന്നത്. The elements carbon, hydrogen, nitrogen present in a compound are determined by an apparatus known as HCN elemental analyzer. അപ്പം ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഉള്ള കാർബൺ, ഹൈഡ്രജനും നൈട്രജനും നമ്മൾ എന്ത് വെച്ചാൽ ഇപ്പം ഡിറ്റർമിൻ ചെയ്യുന്നത്, CHN elemental analyzer എന്ന് പറയുന്ന ഒരു ഉപകരണം വെച്ചാണ്.
The analyzer requires only a very small amount of the substance and displays the values on a screen within a short time. Analyzer എന്താണ് പേര്? വളരെ മൈന്യൂട്ട് ക്വാണ്ടിറ്റീസ് ഉണ്ടെങ്കിൽ പോലും 1 to 3 മില്ലിഗ്രാം ഉണ്ടെങ്കിൽ പോലും നമുക്ക് അതിനകത്തുള്ള കോമ്പോസിഷൻ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു തരും. ഓക്കെ, അത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദി ഹൈബ്രിഡൈസേഷൻ സ്റ്റേറ്റ്സ് ഓഫ് ഈച്ച് കാർബൺ ഇൻ ദി ഫോളോയിങ് കോമ്പൗണ്ട്സ്? ഈ കോമ്പൗണ്ട്സിലുള്ള ഓരോ കാർബണിന്റെയും ഹൈബ്രിഡൈസേഷൻസ് എന്താണെന്നാണ്, ഹൈബ്രിഡൈസേഷൻ സ്റ്റേറ്റസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പറഞ്ഞാണ് അതിനകത്ത് ഫസ്റ്റ് തന്നേക്കുന്ന ഏതാ? CH2 ഡബിൾ ബോണ്ട് C ഡബിൾ ബോണ്ടോ? അപ്പൊ നമുക്ക് ഈ കാർബണില് ഫസ്റ്റ് കാർബണിൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലേ? അപ്പൊ എന്താണ് അതൊരു sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഓക്കെ, ഈ സെക്കൻഡ് കാർബൺ നോക്കാം, രണ്ട് സൈഡിലും ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലേ? അപ്പൊ അതെന്താണ്? അത് sp ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള കാർബൺ. ഓക്കെ, അടുത്ത രണ്ടാമത്തെ കോമ്പൗണ്ട് നമുക്ക് തന്നേക്കുന്നത് CH3 CH ഡബിൾ ബോണ്ട് CH2. ഫസ്റ്റ് കാർബണിൽ എല്ലാം സിംഗിൾ ബോണ്ട് ആണ്, അപ്പൊ അത് sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. സെക്കൻഡ് കാർബണിൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, അപ്പൊ അത് sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. തേർഡ് കാർബണിൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, അപ്പൊ അത് sp2 ഹൈബ്രിഡൈസ്ഡ്. അപ്പൊ സിമ്പിൾ ലോജിക്കായിട്ട് ഇങ്ങനെ ആലോചിക്കുക, എല്ലാം സിംഗിൾ ബോണ്ട് ആണെങ്കിൽ sp3 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. ഒരു ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ എന്താവും? sp2 ആവും. അല്ലെങ്കിൽ ഒരു ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടെങ്കിൽ എന്താവും? അത് sp ഹൈബ്രിഡൈസ്ഡ്. മൂന്നാമത്തെ CH3 twice C ഡബിൾ ബോണ്ടോ? CH3 C ഡബിൾ ബോണ്ടോ? നമുക്ക് ഈ കാർബൺ നോക്കാം, എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് അത് sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഇതെല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ഇത് sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് ഇത് sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. അടുത്ത നാലാമത്തെ നമുക്ക് തന്നേക്കുന്ന കോമ്പൗണ്ട് CH2 ഡബിൾ ബോണ്ട് CH നോക്കാം, ഇവിടെ കാർബൺ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, അതുകൊണ്ട് ഇത് sp2 ഹൈബ്രിഡൈസ്ഡ് ആയി. ഇതിനും കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ട്, അത് sp ഹൈബ്രിഡൈസ്ഡ് ആയി. ഇവിടെ കാർബണ് ട്രിപ്പിൾ ബോണ്ട് ഉണ്ട് അല്ലേ, ഹൈഡ്രജൻ ആയിട്ട്, അപ്പൊ അത് sp ഹൈബ്രിഡൈസ്ഡ്. C6H6 എന്താണ്? ബെൻസീൻ അല്ലേ? ബെൻസീൻ മോളിക്യൂൾ നമ്മൾ കറക്റ്റ് ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഒരു ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ എല്ലാം നോക്കാം, എല്ലാ കാർബണിനും ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, അപ്പൊ എല്ലാ കാർബണും എന്താണ്? എല്ലാ കാർബണും sp2 ഹൈബ്രിഡൈസ്ഡ് ഉള്ള കാർബൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻഡിക്കേറ്റ് ദി സിഗ്മ ആൻഡ് പൈ ബോണ്ട്സ് ഇൻ ദി ഫോളോയിങ് മോളിക്യൂൾസ്. ഓരോ മോളിക്യൂളിനെ സിഗ്മ ബോണ്ടും പൈ ബോണ്ടും കാണിക്കാനാണ് പറയുന്നത്. ആദ്യം നമുക്ക് C6H6 ആണ് തന്നേക്കുന്നത്. നമ്മൾ വരച്ചതാണ് ഓൾറെഡി. നോക്കാം, നമുക്കിവിടെ സിംഗിൾ ബോണ്ട് എല്ലാം എന്താണ്? സിഗ്മ ബോണ്ട്സ് ആണ്. ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സിഗ്മയും ഒരു പൈയും ആണ്. അപ്പൊ സിംഗിൾ ബോണ്ട്സിനെ റെഡ് വെച്ച് മാർക്കുകയാണെങ്കിൽ ഇവിടെ ആദ്യം കാർബൺ ഹൈഡ്രജൻ നോക്കാം. 1 2 3 4 5 6. പിന്നെ കാർബൺ സിംഗിൾ ബോണ്ട് എല്ലാം എന്താണ്? സിഗ്മ ബോണ്ടുകളാണ്. 7 8 9. പിന്നെ കാർബൺ ഡബിൾ ബോണ്ടിൽ ഒരു ബോണ്ട് എന്താണ്? സിഗ്മ ബോണ്ടാണ്, അപ്പൊ അത് 3 വരും. 10 11 12 വരും അല്ലേ? നോക്കുകയാണെങ്കിൽ നമുക്ക് എത്ര സിഗ്മ ബോണ്ട് ഉണ്ട്? 12 സിഗ്മ ബോണ്ട് അല്ലേ? 12 സിഗ്മ ബോണ്ട്സ് ഉണ്ട്. ആ 12 സിഗ്മ ബോണ്ടിൽ 6 കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ടും 6 കാർബൺ സിഗ്മ ബോണ്ട്സും ആണ്. ഇനി പൈ ബോണ്ട്സ് നോക്കുകയാണ്. പൈ ബോണ്ട്സ് നോക്കുകയാണെങ്കിൽ എത്ര പൈ ബോണ്ട്? ആകെ 3 ഡബിൾ ബോണ്ടിലേ ഉള്ളൂ, അപ്പൊ അത് 1
2 3 മൂന്ന് പൈ ബോൺസ് ആണ് ഇവിടെ ഉള്ളത്. മൊത്തത്തിൽ ഇവിടെ 12 സിഗ്മ ബോണ്ടും 3 പൈ ബോണ്ടും ഉണ്ട് ബെൻസീൻ മോളിക്യൂൾ. ഓക്കെ, അടുത്തത് C6H12. C6H12 എന്ന് വെച്ചാൽ സൈക്ലോഹെക്സേൻ. ഇതാണ് C6H12 എന്ന് പറയുന്നത്. എത്ര സിഗ്മ ബോണ്ട് ഉണ്ട്? ഓരോ കാർബണ് 2 ഹൈഡ്രജൻ ആയിട്ടുണ്ട് അല്ലേ? സിഗ്മ ബോൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കാർബൺ ഹൈഡ്രജൻ എത്ര സിഗ്മ ബോൺസ് ഉണ്ട്? 6 കാർബൺ ഉണ്ട്. ആ ഓരോ കാർബണും 2 ഹൈഡ്രജനായിട്ട് ലിങ്ക് ആണ്. അപ്പൊ ഇവിടെ 12 കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട് ഉണ്ട്. ഇനി കാർബൺ കാർബൺ സിഗ്മ ബോണ്ട് എത്ര ഉണ്ട്? 6 കാർബൺ കാർബൺ. മൊത്തത്തിൽ എത്ര സിഗ്മ ബോണ്ട് ഉണ്ട് ഇവിടെ? മൊത്തത്തിൽ 18 സിഗ്മ ബോണ്ട് ഉണ്ട്. പൈ ബോൺസ് എന്തെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ല. ഡബിൾ ബോൺസ് ഒന്നും ഇല്ല, അതുകൊണ്ട് പൈ ബോണ്ടുകൾ ഇല്ല ഇവിടെ. മൾട്ടിപ്പിൾ ബോൺസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പൈ ബോണ്ട് ഇല്ല. ഓക്കെ, അടുത്ത മൂന്നാമത്തെ കോമ്പൗണ്ട് വന്നിരിക്കുന്നത് CH2Cl2 ആണ്. CH2Cl2 നമ്മൾ എങ്ങനെ വരയ്ക്കുക? കാർബൺ H2Cl2 അല്ലേ? ഇതാണ്. ഇവിടെ നോക്കുമ്പോൾ ആകെ 4 സിഗ്മ ബോണ്ടുകളേ ഉള്ളൂ അല്ലേ? 4 സിഗ്മ ബോണ്ടുകളാണ് ഇവിടെ കാണുന്നത്. വേറെ പൈ ബോണ്ട് ഒന്നും ഇവിടെ കാണുന്നില്ല. ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ sp3 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള കാർബൺ ആണ്. 4 ബോണ്ട് എല്ലാം സിംഗിൾ ബോണ്ടുകളാണ്. അപ്പം 4 സിഗ്മ ബോണ്ട്സ് ആണ് ഉള്ളത്. ഓക്കെ, അടുത്തത് CH2 ഡബിൾ ബോണ്ട് C ഡബിൾ ബോണ്ട് CH2 ഡബിൾ ബോണ്ട് C ഡബിൾ ബോണ്ട് CH. അല്ലെങ്കിൽ ഹൈഡ്രജനെയും കൂടെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വരച്ചാൽ ഇവിടെ മൊത്തത്തിൽ എത്ര സിഗ്മ ബോണ്ട് ഉണ്ട്? 1 2 ഡബിൾ ബോണ്ടിൽ 1 സിഗ്മ ബോണ്ട് ആയിരിക്കും. 3 4 5 6. ഇവിടെ മൊത്തത്തിൽ എത്ര സിഗ്മ ബോണ്ട്? 6 സിഗ്മ ബോണ്ട്. ഇനി എത്ര പൈ ബോണ്ട് ഉണ്ട്? 2 പൈ ബോണ്ട് ഉണ്ടല്ലേ? ഇത് 1 ഇത് 2. 6 സിഗ്മ ബോണ്ടും 2 പൈ ബോണ്ടും. അടുത്ത CH3NO2. CH3NO2 നമ്മൾ വരയ്ക്കുമ്പോൾ ആദ്യം കാർബൺ വരയ്ക്കുക. കാർബണിന് 3 ഹൈഡ്രജൻ വരയ്ക്കുക. നൈട്രജൻ ഉണ്ട്. ഇതിൽ 1 ഓക്സിജൻ ഡബിൾ ബോണ്ടഡ്. ഇതാണ് CH3NO2 സ്ട്രക്ചർ വരിക. ഇവിടെ സിഗ്മ ബോൺസിന്റെ എണ്ണം ആണെങ്കിൽ 1 2 3 4 5 6. അപ്പൊ മൊത്തത്തില് 5 സിഗ്മ ബോണ്ടുകളുണ്ട്. ഒരു പൈ ബോണ്ടും ഉണ്ട്. NO2 N ഡബിൾ ബോണ്ട് ഒന്നുണ്ട്. അപ്പൊ അത് ഒരു പൈ ബോണ്ടും ഉണ്ട്. അപ്പൊ മൊത്തത്തില് 6 സിഗ്മ ബോണ്ടും ഒരു പൈ ബോണ്ടും. ഓക്കെ, അടുത്ത നമുക്ക് തന്നിരിക്കുന്നത് HCONHCH3. വരയ്ക്കാം. C ഡബിൾ ബോണ്ട് O. ഇതാണ് HCONH3 വരുന്നത്. ഓക്കെ, ഇവിടെ നോക്കുവാണെങ്കിൽ സിഗ്മ ബോൺസ് എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8. 8 സിഗ്മ ബോണ്ടും ഒരു പൈ ബോണ്ടും ഉണ്ട്. ഇവിടെ മൊത്തത്തില് 8 സിഗ്മയും ഒരു പൈ ആണ് ഈ മോളിക്കൂളുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് ബോണ്ട് ലൈൻ ഫോർമുലാസ് ഫോർ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ 2,3-dimethyl butanal ഹെപ്റ്റാൻ 4 ഓം. ഇതിന്റെ എല്ലാം ബോണ്ട് ലൈൻ ഫോർമുല ഏതാണ് പറയുന്നത്. ഓക്കെ, 8.8 ആദ്യം നമുക്ക് തന്നേക്കുന്നത് എന്താണ്? ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ. ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ ഏത് ഗ്രൂപ്പാണ്? നമ്മൾ വരയ്ക്കുന്ന ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഇങ്ങനെയാണ് വരുന്നത്. ഇത്
HCH3 ഇതാണ് ഐസോപ്രോപ്പൈൽ ഗ്രൂപ്പ് അല്ലേ? നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ 1 2 3 ഇല്ല ഇതില്ല 3 ആറ്റംസ് ആയി അല്ലേ? അതിനകത്ത് രണ്ടാമത്തെ കാർബണിൽ OH ഗ്രൂപ്പ് വരണം. ഇതാണ് എന്താ ഐസോപ്രോപ്പൈൽ ആൽക്കഹോളിന്റെ ബോൺലൈൻ ഫോർമുല എന്ന് ഇതാ. ഓക്കെ, രണ്ടാമത്തത് പറഞ്ഞേക്കുന്നത് 2,3 ഡൈമീഥൈൽ ബ്യൂട്ടാനാൽ. 2,3 ഡൈമീഥൈൽ ബ്യൂട്ടാനാൽ. ഇവിടെ ബ്യൂട്ടാനാലാണ് വേണ്ടത്. ഇപ്പൊ ബ്യൂട്ടാനാൽ ആയതുകൊണ്ട് അത് നമുക്ക് 4 കാർബൺ ഉള്ള ഇത് വരയ്ക്കാം. 4 കാർബൺ ആയി ഇല്ലേ? അല്ലെ നോക്കുക 1 2 3 4 4 കാർബൺസ് ആയി. അതിനകത്ത് ഇനി ബ്യൂട്ടാനാലാണ് എന്ന് വെച്ചാൽ ഫസ്റ്റ് കാർബണിൽ ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പ് കൊടുക്കണം, അല്ലെങ്കിൽ CHO ഗ്രൂപ്പ് വേണം അല്ലേ? അപ്പൊ അവിടെ അത് നമ്മൾ കാണിക്കും. ഞാൻ കാണിച്ചു. ഓക്കെ, ഇനി സെക്കൻഡിലും തേർഡ് പൊസിഷനിലും നമ്മൾ മീഥൈൽ ഗ്രൂപ്പ് ആണ്. സെക്കൻഡ് പൊസിഷൻ ഇത് ഫസ്റ്റ് കാർബൺ ആണ് അല്ലേ? ഇത് ഫസ്റ്റ് കാർബൺ, സെക്കൻഡ് കാർബൺ, തേർഡ് കാർബൺ. നമ്മൾ അങ്ങനെ വരയ്ക്കും. ഇവിടെ നിന്ന് ഇങ്ങനെ വരാം. സെക്കൻഡ് പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പായി, തേർഡ് പൊസിഷനിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ്. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ വരിക. 2,3 ഡൈമീഥൈൽ ബ്യൂട്ടാനാൽ. അടുത്ത മൂന്നാമത്തേത് നമുക്ക് തന്നിരിക്കുന്നത് ഹെപ്റ്റാൻ 4 ആണ്. ഹെപ്റ്റാൻ ആയതുകൊണ്ട് ആദ്യം 7 കാർബണുള്ള ബോണ്ടിൽ നമ്മൾ വരയ്ക്കുക. ഏഴ് കാർബണും ഇവിടെ ആയി. ഓക്കെ, അതിനകത്ത് നാലാമത്തെ പൊസിഷനിൽ നമ്മൾ കീറ്റോൾ ഗ്രൂപ്പ് കണ്ടുപിടിച്ചു. ഇപ്പൊ ഇവിടെ നമുക്ക് നമ്പർ ചെയ്യുകയാണെങ്കിൽ 1 2 3 4 ഫോർത്ത് കാർബണിൽ ഡബിൾ ബോണ്ട് വരണം. അപ്പൊ അത് ഹെപ്റ്റാൻ 4 ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ പറയുന്ന IUPAC നെയിം ഇപ്പൊ നമുക്ക് ആദ്യം നമുക്ക് തന്നേക്കുന്ന കോമ്പൗണ്ട് ഇവിടെ ബെൻസീൻ റിങ്ങും കാർബൺ ചെയിൻ ഉണ്ട്. അപ്പൊ നമുക്ക് ബെൻസീൻ റിങ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ എന്താണ്? ഫസ്റ്റ് കാർബൺ ആയിട്ട് അല്ലേ? ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഇതാണ് പേരന്റ് ചെയിൻ ആയിട്ട് നമ്മൾ ആൽഫാറ്റിക് ചെയിൻ നമ്മൾ എടുത്തു. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെയിമിങ് വരുമ്പോൾ നമ്മൾ അവിടെ ഫിനൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ബെൻസീൻ റിങ് അവിടുത്തെ ഫിനൈൽ ഗ്രൂപ്പ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ പേര് വരുന്നത് 1 ഫിനൈൽ പ്രൊപ്പൈൻ എന്ന് വരും അല്ലേ? പ്രൊപ്പൈൻ ചെയിനിലെ ഫസ്റ്റ് കാർബൺ ഒരു ഫിനൈൽ ഗ്രൂപ്പാണ്. രണ്ടാമത്തെ നമുക്ക് തന്നേക്കുന്നത് അപ്പൊ ആദ്യം നമുക്ക് ലോങ്സ്റ്റ് കാർബൺ ചെയിൻ ഉള്ളത് എടുക്കണം. ഇപ്പോൾ നമ്പർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് കാർബൺ CN ഗ്രൂപ്പുള്ള ഫംഗ്ഷൻ ഗ്രൂപ്പ് വരുന്നത് 2 3 4. ഇപ്പോടെ CN ഗ്രൂപ്പ് നമ്മൾ ഫംഗ്ഷണൽ ഗ്രൂപ്പായിട്ട് എടുക്കുമ്പോൾ നെയിം നമ്പർ ചെയ്യേണ്ടത് ഇവിടെ നിന്നാണ് അല്ലേ? 1 2 3 4. CN എന്നുള്ള ഫംഗ്ഷണൽ ഗ്രൂപ്പാണ്, അത് നമ്മൾ ചെയിനിൽ കൂട്ടേണ്ട ആവശ്യം. അപ്പൊ അതിന്റെ എന്ത് വരും? പേര് വരിക ആൽഫബറ്റിക്കൽ 1 സയാനോ 2 മീഥൈൽ ബ്യൂട്ടൈൻ എന്ന് വരും അല്ലേ? അടുത്ത മൂന്നാമത്തെ നമുക്ക് തന്നേക്കുന്നത് ഇവിടെ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5 6 7 7 കാർബൺ ഉണ്ട്. എങ്ങനെ നമ്പർ ചെയ്താൽ നമുക്ക് ലോസ്റ്റ് കിട്ടുക? നമ്മൾ റൈറ്റിൽ നിന്ന് നമ്പർ ചെയ്താൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഗ്രൂപ്പ്സ് വരുന്നത് 1 2 3 4 5 6 7. നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് നമ്പർ ചെയ്താൽ സബ്സ്റ്റിറ്റ്യൂഷൻസ് വരിക 2ലും 6ലും ആയിരിക്കും. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നമ്പർ ചെയ്താൽ സബ്സ്റ്റിറ്റ്യൂഷൻസ് വരിക 3ലും
6 ആദ്യത്തിൽ 2 5 ആണ്. അപ്പൊ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണെങ്കിൽ 2 5 റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണെങ്കിൽ 3 6 വരെ. അപ്പൊ നമ്മൾ ലോവസ്റ്റ് ഉള്ള ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടുള്ള എടുക്കും. 2 5 കിട്ടുന്ന രീതി നമ്മൾ നമ്പർ ചെയ്യും. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1 2 3 4 5 6 7 ഇങ്ങനെ വരും. ഇതിന്റെ പേരെന്താ വരിക? 2 5 ഡൈ മീഥൈൽ. അതാണ് അവിടുത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ബ്രാഞ്ച് ആയിട്ട് വരുന്ന അതാണ് 2 5 ഡൈ മീഥൈൽ ഹെപ്റ്റ് എ. 2 5 ഡൈ മീഥൈൽ ഹെപ്റ്റ് അതാണ് നമുക്ക് കിട്ടുന്നത്. നാലാമത്തത് Cl2 എന്താ നാലാമത്തെ നമുക്ക് തന്നേക്കുന്നത് ഇതാണ് നമുക്ക് തന്നേക്കുന്നത്. ഇപ്പൊ നമ്പർ ചെയ്യുമ്പോൾ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂവൻസിന് ലോവസ്റ്റ് നമ്പർ ഇടുന്ന രീതിയിൽ നമ്പർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് ചെയ്യണം. കാരണം റൈറ്റ് നിന്ന് ലെഫ്റ്റ് ചെയ്താൽ ഇത് 5th പൊസിഷനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് ചെയ്താൽ നമുക്ക് 3rd പൊസിഷനിൽ കാർബൺ കിട്ടും, സബ്സ്റ്റിറ്റ്യൂവൻസ് കിട്ടും. ഓക്കെ, അപ്പൊ നോക്കാം. നമുക്കിവിടെ 3rd പൊസിഷനിൽ ഒരു ക്ലോറോ ഗ്രൂപ്പ് ഉണ്ട്, ബ്രോമോ ഗ്രൂപ്പ് ഉണ്ട്. ആൽഫബറ്റിക്കൽ ഓർഡറിൽ നെയിം ചെയ്യുമ്പോൾ ആദ്യം ബ്രോമോ പറയാം. 3 ബ്രോമോ, 3 ക്ലോറോ, ഹെപ്റ്റ് ഹെപ്റ്റേൻ ഇല്ലേ. ഇപ്പൊ ഇങ്ങനെയാണ്. അഞ്ചാമത്തത് അവിടെ കാർബൺ ഇല്ല, അത് വെറും ഹൈഡ്രജൻ ആണ് ഉള്ളത്. നമുക്ക് ഇവിടെ എൻ്റെ ഒരു CHO ഗ്രൂപ്പ് ഉണ്ട് അല്ലേ. അത് നമ്മൾ പ്രിഫറൻസ് കൊടുത്തോണ്ട് നമ്മൾ നമ്പർ ചെയ്യാം. എന്താ പറയുക, ആ കാർബൺ നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പുള്ള കാർബൺ നമ്മൾ ഫസ്റ്റ് കാർബൺ കൊടുക്കാം. 2 3 അല്ലേ, 3 കാർബൺ ഉള്ളത്. അപ്പൊ എന്റെ നെയിം ചെയ്യുമ്പോൾ അങ്ങനെ വരിക, 3rd പൊസിഷനിൽ ക്ലോറിൻ ഉണ്ട് അല്ലേ. 3 ക്ലോറോ പ്രൊപ്പ് പ്രൊപ്പാൻ ആൽ. 3 ക്ലോറോ പ്രൊപ്പാൻ ആൽ വരും. CHO ഗ്രൂപ്പ് സഫിക്സ് ആയിട്ട് AL ചേർക്കും. ഓക്കെ, അഞ്ചാമത്തത്. ആറാമത്തത് Cl2 CH CH2OH. ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നത് OH ഗ്രൂപ്പാണ്. അപ്പൊ Cl2 ഇവിടെ സബ്സ്റ്റിറ്റ്യൂന്റ് ആവും. അപ്പൊ നമ്മുടെ നമ്പറിങ് ഇങ്ങനെ വരും. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ് കാർബൺ. അപ്പൊ സെക്കൻഡ് കാർബണിൽ 2 ക്ലോറിൻ അറ്റാച്ച്. നമ്മൾ നെയിം ചെയ്യുമ്പോൾ 2 2 ഡൈക്ലോറോ, 2 കാർബൺ ഉണ്ട്, ഈഥാനോൾ. ഈഥാൻ 1 ഓൾ ആണ്, നമ്മൾ ഈഥനോൾ എന്ന് എഴുതിയത്. ഓക്കെ, നമ്മൾ എന്റെ നെയിമിങ് കഴിയും. അടുത്ത ക്വസ്റ്റിലേക്ക്. അടുത്ത 8.5. Which of the following represents the correct IUPAC name for the compounds concerned? ആദ്യം നമുക്ക് തന്നേക്കുന്നത് 2,2-dimethyl pentane, 2-dimethyl pentane. അവിടെ തന്നെ നമുക്ക് മിസ്റ്റേക്കുകൾ കാണാം. 2 മീഥൈൽ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഒരു കാർബൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 2,2-dimethyl എന്ന് എഴുതണം അല്ലേ. പക്ഷെ ഇവിടെ 2-dimethyl എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് വന്നിട്ടുള്ള 2,2-dimethyl pentane ആണ്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ തന്നേക്കുന്നത് 2,4,7-trimethyl octane. ഒക്ടേൻ ഉണ്ടെന്ന് വിചാരിക്കുക. 1 2 3 4 5 6 7 8. അതിനകത്ത് 2 4 7 സെക്കൻഡ് 4th 7. ഇതിന്റെ ഫസ്റ്റ് നെയിം വെച്ച് നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ്. അപ്പം
നമ്മൾ നമ്പർ ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് ചെയ്യുമ്പോൾ 1 2 3 4 5 6 7 8 അല്ലേ? സബ്സ്റ്റിറ്റ്യൂൻസ് വരുന്ന എവിടെയൊക്കെയാണ്? 2ലും 4ലും 7ലും അല്ലേ? റൈറ്റ് നിന്ന് ലെഫ്റ്റ് നമ്മൾ ഇതേ കോമ്പൗണ്ട് നമ്പർ ചെയ്താൽ നമുക്ക് എന്താ വരിക? 1 2 3 4 5 6 7 8. അപ്പം നമുക്ക് നമ്പർ ചെയ്യുമ്പോൾ കിട്ടുന്നത് 2 5 7 ആണ്. അപ്പൊ നമ്മൾ ഏത് എടുക്കണം? ലെഫ്റ്റ് നിന്ന് റൈറ്റിലുള്ള എടുക്കണോ റൈറ്റ് നിന്ന് ലെഫ്റ്റിലുള്ള എടുക്കണം? ഇങ്ങനെ ഒരു കോമ്പൗണ്ട് നമുക്ക് തന്നാൽ നമ്മൾ കുറച്ച് ചെറിയ നമ്പർ ആഡ് ചെയ്യുമ്പോൾ ചെറിയ നമ്പർ കിട്ടണം. അപ്പൊ ഇവിടെ 247 257 എടുക്കണം നോക്കിയാൽ 247 എടുക്കേണ്ടത്. എന്ന് വെച്ചാൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് നമ്പർ ചെയ്ത പേരാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ കറക്റ്റ് ലോക്കിന് നമ്മൾ കൊടുക്കേണ്ടത് 247 ആണ്. 257 കറക്റ്റ് അല്ല. അപ്പൊ ആദ്യം തന്നേക്കുന്ന പേരാണ് ഇവിടെ കറക്റ്റ് ചെയ്തത്. 247 ട്രൈ ചെയ്ത ഓപ്ഷൻ ആണ് അവിടെ കറക്റ്റ്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ തന്നേക്കുന്നത് 2-chloro-4-methyl pentane. 2-chloro-4-methyl pentane or 4-chloro-2-methyl pentane. നമുക്ക് ആദ്യം വരച്ചു നോക്കാം. പെന്റേൻ ആദ്യം വരയ്ക്കാം. 5 കാർബൺ അതിനകത്ത്, സെക്കൻഡില് ക്ലോറിൻ, ഫോർത്തില് മീഥേൻ. നമുക്ക് രണ്ടാമത് നിൽക്കുന്നത് 4-chloro-2-methyl pentane ആണ്. ഇതിന്റെ നമ്പറിങ്ങിൽ വ്യത്യാസമാണ്. ആദ്യത്തെ പേരിൽ നമുക്ക് ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ടാണ് നമ്പർ ചെയ്തിരിക്കുന്നത്. 1 2 4 5. രണ്ടാമത്തെ കേസിൽ റൈറ്റ് നിന്ന് ലെഫ്റ്റിലോട്ട് നമ്പർ ചെയ്തിരിക്കുന്നു. ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂൻസ് നിൽക്കുന്നത് ഈക്വലന്റ് പൊസിഷനിലാണ് അല്ലേ? ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് ആണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ സെക്കൻഡ് പൊസിഷൻ വരുന്നുണ്ട്. റൈറ്റ് നിന്ന് ലെഫ്റ്റോട്ട് ചെയ്യുമ്പോൾ സബ്സ്റ്റിറ്റ്യൂന്റ് 2-4 സ്ഥലത്ത് തന്നെ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമ്മൾ എങ്ങനെയാണ് നെയിം ചെയ്യുക? നമ്മുടെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ വരുന്നത് ആദ്യം വരുന്ന സാധനത്തിന് ചെറിയ നമ്പർ കൊടുക്കുക. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ മീഥൈലിലും ക്ലോറിനാണ് എന്താണ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ സി ഫസ്റ്റ് ആണ് വരുന്നത് എമ്മിനേക്കാളും. അപ്പൊ അതിന് ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് നമ്പർ ചെയ്യും. അപ്പൊ അതിന് നമ്പർ ഇങ്ങനെ വരും 2-chloro-4-methyl pentane എന്നുള്ളത് തന്നെ ആയിരിക്കും ഇവിടെ കറക്റ്റ് ആയിട്ട് വരും. നമുക്ക് തന്നേക്കുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ബ്യൂട്ട് 3-ine 1-ol, ബ്യൂട്ട് 4-ol 1-ene. നമുക്കിത് വരച്ച് നോക്കാം. ആദ്യം ബ്യൂട്ട് വരയ്ക്കാം. 4 കാർബൺ. ഫസ്റ്റ് നെയിമിന് വെച്ചിട്ട് തേർഡ് പൊസിഷനിൽ ഫസ്റ്റ് കാർബണിൽ നമ്മൾ OH കൊടുത്താൽ ഇങ്ങനെയാണ് നമുക്ക് തന്നേക്കുന്നത് അല്ലേ? അപ്പൊ ഇത് രണ്ട് രീതിയിൽ നമ്മൾ നമ്പർ ചെയ്ത് നമുക്ക് രണ്ട് രീതിയിൽ കിട്ടുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഇവിടെ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ടാണെങ്കിൽ ഇതിന് 1 2 3 4. അപ്പൊ ആ കേസിൽ വരുന്ന പേരാണ് എന്ത്? ഈ ബ്യൂട്ട് 4-ol 1-ine. റൈറ്റ് നിന്ന് ലെഫ്റ്റ് നമ്പർ ചെയ്താൽ 1 2 3 4. ഈ കേസിൽ വരുന്ന പേരാണെന്ത്? ബ്യൂട്ട് 3-ine 1-ol. അപ്പൊ നമ്മൾ എങ്ങനെ നമ്പർ ചെയ്യുന്നത് എങ്ങനെ തീരുമാനിക്കും? ഇപ്പൊ നമുക്കിവിടെ രണ്ട് ഫംഗ്ഷണൽ ഗ്രൂപ്പാണ് ഉള്ളത്. ഗ്രൂപ്പ് കൊണ്ട് ആൽക്കൈൻ ട്രിപ്പിൾ ബോണ്ടും ഉണ്ട്. അപ്പൊ അതിനകത്ത് ഏത് ആൽക്കോൾ ഗ്രൂപ്പ് ആയിരിക്കും ഫംഗ്ഷണൽ ഗ്രൂപ്പ് എടുക്കാം. അപ്പൊ അതിന് ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിൽ എന്ന് വെച്ചാൽ റൈറ്റ് നിന്ന് ലെഫ്റ്റോട്ട് ആയിരിക്കും നമ്മൾ നെയിം ചെയ്യുക. അപ്പൊ അതിന്റെ പേര് വരുന്നത് എങ്ങനെ ആയിരിക്കും? ബ്യൂട്ട് 3-ine 1-ol ഇല്ലേ? അപ്പൊ അതാണ് കറക്റ്റ് ആയിട്ടുള്ള പേര്. അതാണ് അതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ 8.6. ക്വസ്റ്റ്യൻ ഇതാണ്, ഡ്രോ ഫോർമുലാസ് ഫോർ ദി ഫസ്റ്റ് 5 മെമ്പേഴ്സ് ഓഫ് ഈച്ച് ഹോമോലോഗസ് സീരീസ് ബിഗിനിങ് വിത്ത് ദി ഫോളോയിങ് കോമ്പൗണ്ട്സ്. ഈ കോമ്പൗണ്ട്സ് വരുന്ന ഹോമോലോഗസ് സീരീസിലുള്ള ആദ്യത്തെ 5 മെമ്പേഴ്സിനെ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ആദ്യം നമുക്ക് തന്നേക്കുന്നത് HCOH.
അല്ലെങ്കിൽ ഫോർമിക് ആസിഡ്. അപ്പൊ ആദ്യത്തെ അഞ്ചിൽ ഇത് ഒന്നാമത്തെ, അപ്പൊ രണ്ടാമത്തെ എന്തായിരിക്കും? CH3COH ഇത്. മൂന്നാമത്തത് CH3CH2COH വരും. നാലാമത്തെ CH3CH2CH2COH വരും. അഞ്ചാമത്തത് CH3CH2CH2CH2COH വരും. അല്ലേ? ഇത് ആദ്യത്തെ വെച്ചാൽ ഫോർമിക് ആസിഡ് അല്ലെങ്കിൽ മെത്തനോയിക് ആസിഡ്, അസിറ്റിക് ആസിഡ് അല്ലെങ്കിൽ എത്തനോയിക് ആസിഡ്, ഇത് പ്രൊപ്പനോയിക് ആസിഡ്, ബ്യൂട്ടനോയിക് ആസിഡ്, പെന്റനോയിക് ആസിഡ് അല്ലേ? HCOHൻ്റെത് അങ്ങനെയാണ് വരിക. രണ്ടാമത്തെ നമുക്ക് തന്നേക്കുന്നത് CH3COCH3. അത് നമ്മൾ ഫസ്റ്റ് മെമ്പർ ആയിട്ട് എടുക്കുക, പ്രൊപ്പനോൾ. അപ്പൊ എന്താ, ഓരോ CH2 നമ്മൾ കൂട്ടി പോവുക. അതാണ് ഹോമോലോഗസ് സീരീസ്. ജസ്റ്റ് CH2 നമ്പർ മാത്രമേ ഹോമോലോഗസ് സീരീസിൽ വ്യത്യാസം വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത നമുക്ക് CH3COCH2CH3 എഴുതാം. നമുക്ക് എന്താ വരും? CH3CH2 CH3COCH2CH2CH3 എന്ന് പോകും. പിന്നെ CH3COCH2CH2CH3 CH2CH3 CH2ന്റെ എണ്ണം കൂട്ടി പോവാ. ഇത് നെയിം ചെയ്യുമ്പോൾ എങ്ങനെ വരിക? പ്രൊപ്പാൻ 2 ആണ്. സെക്കൻഡ് കാർബണിനാണല്ലോ ഓക്സിജൻ ഉള്ളത്. ഇതെന്ത് വരും? ഇത് ബ്യൂട്ടാൻ 2 ആണ്. ഹെക്സാൻ 2 ആണ്. ഇത് ബ്യൂട്ടാൻ 2 ആണ്. അപ്പൊ അതിന്റെ ഹോമോളസ് സീരീസ് ഇങ്ങനെ വരും. നമുക്ക് തന്നേക്കുന്നത് CH2 ഡബിൾ ബോണ്ട് CH2. ആദ്യം നമുക്ക് ഒരു CH3 ആഡ് ചെയ്യണം അല്ലേ? ഡബിൾ ബോണ്ടാണ് ഇവിടുത്തെ ഹോമോളജിക് സീരീസിൽ വരേണ്ടത്. ഒരു CH3CH ഡബിൾ ബോണ്ട് CH2 കൊടുക്കാം. പിന്നെ ഒരു CH2 ആഡ് ചെയ്ത് പോകണം. CH3CH2CH ഡബിൾ ബോണ്ട് CH2 CH3CH2CH2CH ഡബിൾ ബോണ്ട് CH2 CH3CH2CH2CH ഡബിൾ ബോണ്ട് CH. ഇതിന്റെയൊക്കെ പേരെങ്ങനെയാ വരിക? ഇത് എത്തീൻ. എന്ത് വരും? ഇത് പ്രൊപ്പീൻ. പ്രൊപ്പോ 1A അല്ലേ? പ്രൊപ്പീൻ. ഇത് ബ്യൂട്ടീൻ, പെൻറ്റീൻ, ഹെക്സീൻ. അപ്പൊ അതിന്റെ സീരീസ് അങ്ങനെ വരാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Give condensed and bone-like structural formulas and identify the functional group present if any four. നമുക്ക് തന്നേക്കുന്ന കോമ്പൗണ്ട്സിന്റെ കണ്ടൻസ്ഡ് ഫോമും ബോൺ-ലൈൻ സ്ട്രക്ചറൽ ഫോർമുലയും പറയാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് തന്നേക്കുന്നത് 2,2,4 ട്രൈമീഥൈൽ പെന്റീൻ. 2,2,4 ട്രൈമീഥൈൽ പെന്റീൻ. അപ്പൊ അത് നമുക്ക് എന്താണ്? കാർബൺ ചെയിൻ 5 വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് 2,2,4 സെക്കൻഡ് പൊസിഷനിൽ 2 മീഥൈൽ ഗ്രൂപ്പ് കൊടുക്കും. ഫോർത്ത് കാർബണിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് കൊടുക്കാം അല്ലേ? അപ്പൊ ഇത് നമ്മൾ കണ്ടൻസ് ഫോമിൽ അങ്ങനെ എഴുതും. കണ്ടൻസ് ഫോമിൽ എഴുതുമ്പോൾ നമുക്കിവിടെ CH3 ത്രൈസ് ഉണ്ടല്ലോ. CH3 ത്രൈസ് CH2 CH ബ്രാക്കറ്റിൽ CH3 CH3 അല്ലേ? ഇതാണ് കണ്ടൻസ്ഡ് ഫോം. ഇനി ബോൺ-ലൈൻ ഫോം എങ്ങനെ വരും? ബോൺ-ലൈൻ ഫോം ആണെങ്കിൽ അത് നമുക്ക് 5 കാർബൺ 1 2 3 4 5 സെക്കൻഡ് പൊസിഷനിൽ ഇങ്ങനെ വരയ്ക്കുക. ഫോർത്ത് പൊസിഷനിൽ ഒരു കാർബൺ.
ഇതാണ് ബോണ്ട് ലൈൻ ഫോം വരുന്നത്. ഓക്കെ, ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഒന്നുമില്ല, എല്ലാം കാർബൺ ഹൈഡ്രജൻ തന്നെ അല്ലേ. അടുത്തത് തന്നേക്കുന്നത് 2-hydroxy 1,2,3 പ്രൊപ്പൈൻ ട്രൈ കാർബോക്സിലിക് ആസിഡ്. അതായത് നമ്മൾ പ്രൊപ്പൈൻ വരയ്ക്കുക, COH CH2 സിയില് ബ്രാക്കറ്റിൽ OH ഗ്രൂപ്പും COH ഗ്രൂപ്പ് എഴുതുക, പിന്നെ CH2 COH. ഇതാണ് കണ്ടൻസ്ഡ് ഫോം വരിക. ലൈൻ ഫോം വരയ്ക്കുകയാണെങ്കിൽ, ബോണ്ട് ലൈൻ ഫോം വരയ്ക്കുകയാണെങ്കിൽ ആദ്യം പ്രൊപ്പൈൻ വരയ്ക്കുക, എന്നിട്ട് ഇവിടെ ഡബിൾ ബോണ്ട് OH, OH, ബോണ്ട് OH, ഇവിടെ OH. ഇതാണ് ബോണ്ട് ലൈൻ ഫോം വരും. ഓക്കെ, മൂന്നാമത്തെ നിൽക്കുന്നത് ഹെക്സേൻ ഡൈആൽ. ഹെക്സേൻ ഡൈആൽ അതിന്റെ ഫോമില് അത് നമുക്ക് ഹെക്സേൻ ആയതുകൊണ്ട് നടുക്കത്തെ 4 CH ഗ്രൂപ്പ് കാണും, എൻഡിലുള്ള 2 കാർബൺ എന്തായിരിക്കും ഗ്രൂപ്പ് ആയിരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് കണ്ടൻസ്ഡ് ഫോമിൽ നമുക്ക് CH2 4 ഇവിടുത്തെ ഒരു CHO, ഇവിടെ ഒരു CHO. ഇതാണ് കണ്ടൻസ്ഡ് ഫോം വരിക. ബോണ്ട് ലൈൻ ഫോം ആണെങ്കിൽ 4, 5, 6 ഡബിൾ ബോണ്ട് H, ഡബിൾ ബോണ്ട് CH ഗ്രൂപ്പ് 2 നമുക്ക് കാണാം. ഇതാണ് ഹെക്സേൻ ഡൈആൽ വരിക. ഓക്കെ, ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്